വഖഫ് നോട്ടമിടുന്ന ഭൂമി ഉം. കൂടുതലായിട്ടും നമ്മുടെ തീരദേശങ്ങൾ ഉം. കേന്ദ്രീകരിച്ചിട്ടാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നോട്ടം അവരുടെ കണ്ണിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് വഖഫ് നമ്മുടെ തീരദേശങ്ങൾ മാത്രം കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? ഈ തീരദേശ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ പരീക്ഷണശാല. പുറംകടലിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ചരക്ക് കപ്പൽ മയക്കുമരുന്ന്, വളരെ വില കൂടിയ മയക്കുമരുന്നുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് കേരള തീരത്ത് കടത്താൻ ശ്രമിച്ചത്. അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓപ്പിയമൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ കൃഷി. ഭീകരവാദികളുടെ പ്രധാന വരുമാന മാർഗ്ഗം അത് തന്നെ. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓപ്പിയം, അത് പലതരത്തിലുള്ള മയക്കുമരുന്നുകളാക്കി മാറ്റാം. മൂല്യവർദ്ധിത ഉൽപ്പന്നം വലിയ വരുമാനം. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ആ അന്വേഷണങ്ങൾ വരുന്നില്ല. വരാത്തതുകൊണ്ട് നമുക്ക് അത് സത്യം അറിയില്ല. നമ്മൾ തന്നെ അറിയാം, നേരത്തെ ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ തീരത്ത് നിന്ന് മനുഷ്യക്കടത്ത് തന്നെ നടത്തും. മനുഷ്യക്കടത്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? സർ നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു ചെറിയ സംശയമുണ്ട്. ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. വഖഫ് നോട്ടമിടുന്ന ഭൂമി കൂടുതലായിട്ടും നമ്മുടെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നോട്ടം അവരുടെ കണ്ണിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് വഖഫ് നമ്മുടെ തീരദേശങ്ങൾ മാത്രം കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? തീരദേശങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ടും മത്സ്യബന്ധനത്തിൻ്റെ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. തീരത്തിന് പ്രത്യേകിച്ച് കമ്പി വലകളുള്ള ഒരു കാവലോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഇന്ത്യൻ തീരം മൊത്തത്തിൽ അങ്ങനെയാണ്. കേരള തീരവും അത് തന്നെ. അങ്ങനെയാണല്ലോ മുംബൈ ആക്രമണം ഉണ്ടായത്. കടലിൽ കൂടി ഫിഷിംഗ് ബോട്ടുകളിൽ കടന്ന് ഭീകരവാദികൾക്ക് ഇന്ത്യയിലേക്ക് ആരും ഒന്നും സംശയിക്കാതെ തന്നെ കടന്നു വരാൻ കഴിയും. അതിനുശേഷം ഇപ്പോൾ കോസ്റ്റൽ ഗാർഡ് അങ്ങനെയൊക്കെയുള്ള സെക്യൂരിറ്റി സമ്പ്രദായങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് പാകിസ്ഥാനികൾ പിടിച്ചുകൊണ്ടുപോയ ഗുജറാത്തിലെ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ സേന പിന്തുടർന്നു എന്ന് ആ ബോട്ട് തടഞ്ഞു നിർത്തി പിടിച്ചുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഒരു കണ്ണ് ചെല്ലുന്നുണ്ട്. കേരള തീരത്ത് പക്ഷേ അങ്ങനെയുള്ള യാതൊരു സുരക്ഷയും ഇല്ല എന്നുള്ള അവസ്ഥ. നമുക്ക് സുരക്ഷ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. സംശയമുള്ളതുകൊണ്ടെങ്കിൽ ആ കൂറുള്ള മത്സ്യത്തൊഴിലാളി നമ്മളോട് തന്നെ പറയും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം നമ്മൾ ഈ അരയന്മാർ, മുക്കുവന്മാർ എന്ന് പറയുന്നവരെല്ലാം തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട അരയ സമുദായം എന്ന് പറയുന്ന പൂന്തുറയിൽ അരയൻ എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. രാജപദവിയിലിരുന്ന് വിലസിയിരുന്ന ആൾക്കാരാണ്. പക്ഷെ ക്രമേണ ആകർഷകമായിട്ടുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പുകളിലെ പോലെ വന്ന് അവരെല്ലാം മതം മാറ്റപ്പെട്ടു. ഒരു വിഭാഗം ക്രിസ്ത്യാനികളായി തീർന്നു. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു വിഭാഗം മുസ്ലിം. കുഴപ്പമില്ല, അവരത് ഭരിച്ചത്, അത് കുഴപ്പമില്ല. പക്ഷേ ഈ പാവങ്ങളെ മറയാക്കിക്കൊണ്ട് തീരദേശത്തുള്ള ഭൂമി മുഴുവൻ ഒരു വിഭാഗം പണത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് ഇപ്പോൾ കൈയടക്കി വരികയാണ്. അത് മുഴുവൻ സ്വന്തമാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതും കുഴപ്പമില്ല, സ്വന്തമായിട്ട് സ്വന്തം. പക്ഷേ ഈ തീരദേശ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ്. പുറംകടലിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ചരക്ക് കപ്പലിൽ മയക്കുമരുന്ന്, അത് വളരെ വില കൂടിയ മയക്കുമരുന്നുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് കേരള തീരത്ത് കടത്താൻ ശ്രമിച്ചത്. അതെന്തിനു വേണ്ടിയായിരുന്നു? അതിൻ്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഈ മയക്കുമരുന്ന് കൊടുത്ത് കേരളീയരെ ആ ദുശീലത്തിൻ്റെ അടിമകളാക്കിയ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരാൻ പിന്നെ ഒന്നും വേണ്ട. അതിൻ്റെ അടിമകളാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാത്തവരായി കേരളത്തിലെ ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെല്ലാം മാറും. ഒന്നാമത്. രണ്ടാമതായിട്ട് അതിനെ മുമ്പേ തന്നെ പാകിസ്ഥാനിലെ പ്രസ്സുകളിൽ ഇന്ത്യൻ കറൻസി അടിച്ചിരുന്നു. എന്തിനു വേണ്ടി? ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ. ഇന്ത്യയിൽ സ്ഥലങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു പാരലൽ ഇക്കോണമി കൊണ്ട് തകർക്കാൻ. അപ്പോഴാണ് നോട്ട് നിരോധനം, ഇതിനെ പ്രതിരോധിക്കാനാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നത്. അപ്പോൾ 2000-ൻ്റെ നോട്ട് അവരടിച്ചു വെച്ചിരുന്നത് മുഴുവൻ ഇന്ത്യയിൽ ചിലവാക്കാൻ പറ്റാതെ ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. അതൊരു വിഭാഗത്തിന് തീരെ അതാണ് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം.
അവർക്ക് കള്ളപ്പണം ഉണ്ടായിരുന്നു, അത് മറയ്ക്കാൻ പറ്റിയില്ല. പിന്നെ മോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കുക, കളിയാക്കുക, മോദിയെ നശിപ്പിക്കുക എന്നുള്ള അങ്ങനൊരു അജണ്ട കൂടി ഉണ്ട്. കാരണം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള നടുനായകത്വം വഹിക്കുന്ന മോദി. അപ്പോൾ മോദിയെ കൊല്ലുക, തകർക്കുക, അല്ലെങ്കിൽ തോൽപ്പിക്കുക, ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നയമാണ്. അവരെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമാണ്. മോദിയെ വകവരുത്തിയാലേ ഇന്ത്യയെ തകർക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു കോട്ട പോലെ മോദി നിൽക്കുകയാണ്. ആർക്കും തകർക്കാനാവാത്ത ഒരു അജയ്യത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് മോദിയെ അവരുടെ ശത്രുവായിട്ട് മാറും. എങ്ങനെ തകർക്കാം? അദാനിയെ പറഞ്ഞുകൊണ്ട് അഴിമതിയൊന്നും നടത്തുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് അഴിമതി പോകുന്നില്ല. അതുകൊണ്ടാണ് അദാനിയെ പിടിച്ചുകൊണ്ട് ആഗോളതലത്തിൽ മോദിയെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നടക്കുന്നു. അപ്പം ഈ സാമ്പത്തികമായിട്ട് തകർക്കുക, ആരോഗ്യപരമായിട്ട് തകർക്കുക, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകൾ കൊണ്ട് തകർക്കുക. തീരദേശത്തെല്ലാം വലിയ വലിയ റിയൽ എസ്റ്റേറ്റുകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ചെയിൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ തീരത്തുകൂടി പണ്ട് വാസ്കോദ ഗാമ കടന്നു വന്നതുപോലെ കടന്നു വന്നിട്ട് നമ്മുടെ ഈ സമ്പത്ത് കൊള്ള ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള പകരം മയക്കുമരുന്നുകൾ പിന്നെ കേരളത്തിലേക്കും തീരങ്ങളിലേക്കും സപ്ലൈ ചെയ്ത് ഇന്ത്യ മുഴുവൻ ഒരു മയക്കുമരുന്ന് ശൃംഖലയാക്കി മാറ്റാനും അവർക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഭാഗവും ചേരുന്ന ഭാഗം ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓപ്പിയമൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നു. ഭീകരവാദികളുടെ പ്രധാന വരുമാന മാർഗവും അത് തന്നെയാണ്. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓപ്പിയം അത് പലതരത്തിലുള്ള മയക്കുമരുന്നുകളാക്കി മാറ്റാം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ വില കിട്ടും. ആ ഡിമാൻഡും വലിയ തോതിലുണ്ട്. പഞ്ചാബ് ഇപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചു എല്ലാ വിധത്തിലും ബൗദ്ധികമായിട്ട്, സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട് ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മതേതരത്വം എന്ന് പറഞ്ഞതിൻ്റെ സത്യം കണ്ടെത്താനുള്ള ശരിയായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടക്കുന്നുമില്ല. വളരെ ചോദ്യം ചെയ്യപ്പെടാം. അന്ന് ആ വാർത്ത വന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഉദ്വേഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ പിന്നെ എല്ലാവരും അതിനെക്കുറിച്ചങ്ങ് മറന്നു കഴിഞ്ഞു. പക്ഷെ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം കേരളത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പോലീസുകാരുടെ കുട്ടികളിൽ, സ്കൂൾ കുട്ടികളിൽ ഒക്കെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. സിനിമാ നടന്മാരുടെ മക്കളിൽ, പോലീസുകാരുടെ തന്നെ മക്കളിലുണ്ട്. ബാധയായിട്ട് കടന്നു കയറിയിട്ടുണ്ട്. ഇനി ഒരിക്കലും രക്ഷയിടപ്പെടാനാവാത്ത വിധം. അപ്പോൾ നമ്മുടെ എക്സൈസിനെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ലാതെ വലിയ പണക്കാരുടെ മക്കളെ ഒന്നും ഇതിൽ നിന്ന് പിടിക്കാൻ ഒരു പോലീസിനും കഴിയുകയില്ല. മുംബൈയിൽ അങ്ങനെ കഴിയില്ല എന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ. വലിയ നടന്മാരുടെ മകനാണെങ്കിൽ അവരുടെ രക്ഷപ്പെടാനുള്ള പഴുതുണ്ട്. ഈ പഴുതെന്ന് പറഞ്ഞാൽ കയ്യിൽ മയക്കുമരുന്നില്ലെങ്കിൽ അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സപ്ലൈ ചെയ്യാനുള്ള കപ്പലുകൾ ഇങ്ങനെ ഈ തീരദേശത്തുകൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ വിജയിക്കും. നമ്മളെ പരാജയപ്പെടും. അങ്ങനെ ഇടാതിരിക്കണമെങ്കിൽ നമുക്ക് കരുതൽ വേണം. വേണമെങ്കിൽ തീരദേശത്ത് നമുക്കൊരു കരുതൽ വേണം. അവിടെ വിൽക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് ആരാണെന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. അതൊന്നും നമ്മളിപ്പോൾ നമ്മുടെ പരിഗണന വിഷയങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. സാർ, ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് ആണല്ലോ നമ്മുടെ തീരസംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിനെ പോലും കവച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. കഴിഞ്ഞിടക്ക് ഇത് പറഞ്ഞതുപോലെ ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ ഇതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഒരു മത്സ്യബന്ധന ബോട്ടിൽ അവരെ കടത്തി. പക്ഷെ ഇപ്പോഴും അറിയില്ല ഇത് എങ്ങോട്ട് കൊണ്ടുപോയി, ഇവർ എത്ര പേരുണ്ടായിരുന്നു, ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഈ വിഷയം കത്തി നിന്നു എന്നതല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അതിലേക്ക് പിന്നീട് കടന്നു ചെന്നിട്ടില്ല. ഈ ഇത്തരത്തിൽ നമ്മളുടെ തീരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വഖഫ് ഉൾപ്പെടെ, അതായത് അതില് PFIയുടെ പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ സംശയം വരുന്നത്. PFI എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കൊന്നും അന്വേഷണം പോകാതെ എന്തുകൊണ്ടാണ് ഇത് ചുരുക്കി ഇല്ലായ്മ ചെയ്തു കൊണ്ടുപോകുന്നത്? അതാണ് അവൻ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. തീരദേശത്ത് മുഴുവൻ പണക്കാരായ ചില മാഫിയകൾ റിയൽ എസ്റ്റേറ്റുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. പണത്തിൻ്റെ ഒരു കളി അവിടെ വൻതോതിൽ നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ചെക്ക് ചെയ്യേണ്ട കേരള ഗവൺമെൻറ്റിന് അതിന് ശക്തിയില്ല. ED യുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കണ്ണ്
ആ ഭാഗങ്ങളിലൊക്കെ ചെല്ലേണ്ടതാണ്. പക്ഷേ അതുണ്ടാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല, അത് സംശയകരമാണ്. അപ്പോൾ അതെവിടെയൊക്കെ നമ്മുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ തീരദേശം. കേരളത്തിന് സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ട്രെച്ചുള്ള ഒരു കടൽ തീരമാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യധാരയും തന്നെയാണ് അവിടെ. പക്ഷെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള ശ്രദ്ധ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. കോസ്റ്റൽ ബെൽറ്റിലേക്ക് കാര്യമായ ശ്രദ്ധ പോകുന്നില്ല. അവിടെ വൻതോതിൽ പണമിടപാടുകൾ നടക്കുന്നുണ്ട്, മറ്റെന്തൊക്കെയോ ഇടപാടുകളും ദുരൂഹമായിട്ട് സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംശയമുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ആ അന്വേഷണങ്ങൾ വരുന്നില്ല, വരാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ സത്യം അറിയില്ല. നമ്മൾ തന്നെ അറിയാം, നേരത്തെ ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ തീരത്ത് നിന്ന് മനുഷ്യക്കടത്ത് തന്നെ നടത്തുകയില്ല, മനുഷ്യക്കടത്ത് തന്നെ. അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അന്യരാജ്യത്തേക്ക് പോകുമ്പോൾ തൊഴിലില്ലാതെ വിസ ഇല്ലാതെ വരുമ്പോൾ സ്ത്രീകളും മറ്റും എന്തെല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിതരായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു ശരിക്കും ഒരു അധാർമികമായിട്ടുള്ള ഒരു പ്രവർത്തികളിലേക്കും മറ്റുമാണ് നയിച്ചുകൊണ്ട് പോവുകയും അവരെ തീരാ ദുരന്തത്തിലേക്കും തീരാ കണ്ണീരിലേക്കും കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കേരള തീരത്ത് നിന്ന് നടന്നു ഓസ്ട്രേലിയയിലേക്ക്. അതെങ്ങോട്ട് പോയെന്ന് പിന്നെ കണ്ടിട്ടില്ല, അതിൻ്റെ തിരച്ചിൽ ശരിയായ ദിശയിൽ എത്തിയില്ല. പിന്നെ അങ്ങനെ ഈ ദുരൂഹതകളുടെ ഒരു തീരമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീരം ഇത് ശക്തിപ്പെടുത്തേണ്ട കേന്ദ്രമാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ശക്തി ഇവിടെ ശക്തിപ്പെടുത്തേണ്ടതും അതുപോലെ തന്നെ തീരത്തെ മത്സ്യത്തൊഴിലാളികളെ എല്ലാം വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇതിനുള്ള കടലിലുള്ള ഒരു കാവലാളായിട്ട് മാറാൻ അവർക്ക് കഴിയും. ആ സാധ്യതയും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സർ, അതുപോലെ നമ്മൾ ഈ കൊച്ചിക്കാരാണല്ലോ, കൊച്ചിയിൽ ആ തീരദേശത്ത് നിന്ന് ഒരു ആക്രമണമോ അല്ലെങ്കിൽ മുംബൈ ആക്രമണം മുൻനിർത്തി പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ടെററിസ്റ്റ് ശൃംഖല അവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കൊച്ചി പോലുള്ള നമ്മൾ സാധാരണ പറയാറുള്ളത് സംരക്ഷണം കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നോർത്തിലേക്ക് പോകും, നോർത്ത് കാശ്മീർ ആ ഭാഗങ്ങളിലേക്കാണ് പോവുക. ശരിക്കും അത്തരത്തിലൊരു സംരക്ഷണം നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കും വരണ്ടേ? കൊച്ചിയിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല, കാരണം നേവിയുടെ റഡാറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും വെട്ടിച്ചുകൊണ്ട് കൊച്ചിയിൽ വരില്ല. കാരണം പുറംകടലിൽ കൂടി പോകുന്നത് പോലും കൊച്ചിയിലെ നേവി പിന്തുടർന്ന് വളരെ ജാഗരൂകമായിട്ട് അവരവിടെ ഉണ്ട്. പക്ഷേ ഈ നേവി ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഏഴിമലയിൽ നേവിയുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറം പോയാൽ തിരുവനന്തപുരത്ത് എന്ത് നേവിയാണ് ഉള്ളത്? തിരുവനന്തപുരത്തിനും ഈ കൊച്ചിക്കും ഇടയിൽ എന്ത് നേവിയാണ് ഉള്ളത്? ആലപ്പുഴയുടെ തീരത്ത് എന്ത് നേവിയാണ് ഉള്ളത്? എന്ത് സുരക്ഷിതത്വമാണ് അവിടെ കയറി വന്നിവിടെ? അതുപോലെ തന്നെ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ കാപ്പ കടൽ തീരം, ആ കടൽ തീരത്ത് വന്നിറങ്ങിയാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ കൂടി നമുക്ക് സുരക്ഷ വേണം. അതിന് വമ്പിച്ച സാമ്പത്തികമായ ചിലവുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നു. അവിടെ എല്ലാം നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുണ്ട്. ആ മത്സ്യത്തൊഴിലാളികളെ അവർക്ക് ചെറിയൊരു വരുമാനം, പലപ്പോഴും പട്ടിണിയാണ്, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കൂടി കൊടുത്ത് അവരെ ഇൻഫോർമർമാരായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ നമുക്കൊരു പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ തീരത്തെ പൂർണ്ണമായിട്ടും ഒരു വലിയ മതിൽ പോലെ, ഒരു വൻമതിൽ പോലെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ്. ഞാനൊരു സ്ട്രാറ്റജിക് വിദഗ്ധനൊന്നും അല്ലെങ്കിലും, പ്രതിരോധ വിദഗ്ധനല്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായവും ഒരു നിലപാടുമാണ്. ശരി സാർ.